മറ്റേ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആളെ പറ്റി ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ്. ആദ്യം മീഡിയക്കാർ പറഞ്ഞത് സ്വയം അങ്ങോട്ട് ചെല്ലുന്ന ആളാണ്, അയാൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ഏണ്ടൊക്കെ എനിക്കറിയത്തില്ല. മറ്റേ ആ കള്ളൻ പൂജാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബംഗാളി കൊച്ചു മരിച്ചെടുത്ത് വന്ന് ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് പോകുന്നില്ല, അവിടെ വന്ന് ഷോ കാണിച്ചെടുത്തൻ. അവനെ ഒന്നും എടുക്കേണ്ട കേസൊന്നുമില്ല. അവൻ പലയിടത്തും പല രൂപത്തിൽ ഭാവത്തിലൊക്കെ ചെന്ന് ഇറങ്ങാറുണ്ട്. അവൻ അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അലിൻ ജോസ് പെരേരെ പോലെയൊക്കെ തന്നെ വേറെ റൈറ്റവാ. സിനിമ തിയേറ്ററിൽ വരുന്നതിന് പകരം വേറെ പല സ്ഥലത്ത് പോകുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പ്രത്യേകത. ഈ ഇസ്രായേലിനെ പോലത്തെ ഒരാളും പണ്ട് ഫ്ലഡ് ഉണ്ടായപ്പോൾ സ്വമേധയാ അവിടെ എത്തിപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇയാൾ കഴിയുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നു, പറയുന്നു, അതൊക്കെ ശരിയാണ്. പറഞ്ഞത് തെറ്റിപ്പോയപ്പോൾ അയാൾ പറ്റിക്കലായി ഏണ്ടൊക്കെ ആയെന്ന്. തെറ്റിപ്പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഇത്ര വിദഗ്ധർ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവർ കൃത്യമായിട്ടൊന്നും പറയാഞ്ഞത്? മാത്രമല്ല വിദഗ്ധരോട് തന്നെ ഇങ്ങനെ ഒരുത്തം വന്നെന്തിനും പറയുമ്പോൾ ആരാ ഇത് മുഖവിലേക്ക് എടുക്കുന്നത്? അപ്പോൾ അവനൊരു വിദഗ്ധനാണോ? അങ്ങനൊന്നും ഇല്ല. ഇത് മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലാത്തൊരു ഇടപാട്. അവിടെ കിടന്ന് മീഡിയക്കാരൊക്കെ ചുമ്മാ ഇളക്കി വരച്ചിട്ട് അതും ഇതും പറയുന്നതായി കാണുന്നത്. അല്ലാതെ ഇത് ഒരു മനുഷ്യൻ പ്രയോജനം ഉണ്ടായിട്ടില്ല. ആര് വന്നാലും എന്താ റിസൾട്ട് എന്താ? പിന്നെ അങ്ങനെ ഒരാൾ എവിടെ നിന്നോ വന്ന ഒരാൾ ഈ ഒരു മിലിറ്ററിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വരുന്ന അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വരുമ്പോൾ അവർ എവിടെ നിന്നോ വന്നിടത്തിനോട് ചോദിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ഇത്രയൊക്കെ തന്നെ അറിയത്തുള്ളൂ. അവിടെ വന്ന് നിന്ന് എല്ലാ ഊളകളും ഒരുപോലെ തന്നെ. അതിനകത്ത് ഇവനെ ഒരു പ്രത്യേക ഊളയാക്കിയിട്ട് വേറെ ആരെയോ അവരെല്ലാം അങ്ങ് മല മറിച്ചതിനൊക്കെ ഇരുന്നുകൊണ്ട് ഏഷ്യാനെറ്റോ അയാളൊക്കെ ചാനലിൽ വീനൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. അയാൾ പുലമ്പ് കയറുന്നു, എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ പോലെയൊക്കെ. ബാക്കിയുള്ളവന്മാർ പുലമ്പേത് എന്തുവാന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കണമായിരുന്നു അല്ലേ? അവരും പുലമ്പുന്നില്ല, ഇവരും പുലമ്പുന്നില്ല. ആരൊക്കെ എന്തൊക്കെയോ പറയുന്ന വീഡിയോ എടുത്തിട്ടിട്ട് അതാണല്ലോ ചെയ്യുന്നത്. അല്ലത്തിന് ഇങ്ങനെ വരുന്നവരുടെ വായിക്കാത്തോട്ട് മൈക്കൊണ്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതങ്ങനെ ശരിയായിരുന്നു കാണാൻ ഇപ്പം ഇവന്മാരെല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ജ്യോതിഷന്മാർ പറയുന്നത് ശരിയാന്ന് വന്നിട്ട് പരസ്യം കൊടുക്കുന്ന ടീമായി ഇവര്. മനസ്സിലായോ? ഈ ചാനലുകാർ അത്രയും വരത്തില്ല. ഇതെങ്ങാനും കാണണോ ഇവൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആറുന്നു അവൻ തൊട്ടടുത്തൊന്ന് കുഴിച്ച് മറ്റേ കിണറെ കുഴിക്കാൻ പോകുന്നതിന്റെ വീഡിയോ കിടുന്നതാണ് ഇവർ വലിയ അത്ഭുതം പോലെ. അങ്ങനത്തെ പണിയും കാണിക്കുന്നുണ്ട്. ഏതായാലും അവൻ ചെയ്ത പണിയൊക്കെ മോശം പണിയാണ് മീഡിയക്കാർ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പുലമ്പുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ പോയി നിന്ന് മെഴുകുന്നു, ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെ വായിക്കകത്ത് മൈക്കിട്ട് കുത്തുന്നു. ഇനി മകനെ മാപ്പ്, സഹോദര മാപ്പ്, മുഖ്യമന്ത്രി രാജിവെക്കുക, അങ്ങനെയുള്ള പല പരിപാടികൾ വരുന്നുണ്ട്. പിന്നെ മരിച്ച് ബോഡി എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് അവർ കരയുന്നതിൻ്റെ എല്ലാം ക്ലോസപ്പ് ഒക്കെ എടുത്ത് വെച്ച് അവരുടെ വായിക്കകത്ത് മൈക്കിട്ട് കുത്തി അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോട് ഓരോന്നൊക്കെ ചോദിച്ച് ക്ലാസ്സിൽ പഠിച്ചവരെ കണ്ടെത്തി ഭാര്യയുടെ എന്താ പറയുക ബന്ധുക്കളോട് സംസാരിച്ച് അളിയനോട് വരെ സംസാരിക്കും. അതാണ് ഈ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന പണി. അതിലും ഭേദമാ. അയാൾ ചെയ്തതും ശരിയായില്ല, അവിടെ വന്ന ആരും ചെയ്തത് ശരിയായിട്ടില്ല, അങ്ങനെ പറ. അല്ലാതെ അവൻ പറഞ്ഞതുകൊണ്ട് ഒന്നും മാറാൻ പറ്റുന്ന ആൾക്കാരല്ല അവിടെ വന്നവരാരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വന്നവന്മാരുടെ എല്ലാത്തിനെയും പണിയിൽ നിന്ന് പിരിച്ചു വിടണം. കാരണം ഇവർ വലിയ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമും അല്ലെങ്കിൽ മിലിറ്ററി ഒക്കെയാന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ വന്നൊരു ഇസ്രായേൽ പറഞ്ഞപ്പോൾ എല്ലാം അങ്ങ് മാറ്റിയിട്ട് എന്നാൽ പിന്നെ അവന്റെ കാലിലോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞവന്മാരെ എല്ലാം ഇപ്പൊ പറഞ്ഞു വിടേണ്ടി വരും. അതുകൊണ്ട് അതിക്കാര്യമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ആൾക്കാർ ഇടപെടും. അതിനകത്ത് ഇത് കഴിഞ്ഞ് ഇത് ശരിയായി പോയിരുന്നെങ്കിൽ പൊക്കി പറയാൻ വരുന്ന മീഡിയക്കാരനെ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ അതിലും വലിയ പൊട്ടത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ചീത്ത വിളിക്കാൻ ഞാൻ എന്തുവാ? അവിടെ അങ്ങനെ ഒരു പരാജയം അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അവരെ കൊണ്ട് ഉണ്ടാകാഞ്ഞുകൊണ്ട് മാത്രം. എന്നാൽ അവർ സ്കിൽഡ് ആണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി എന്ത് എക്സ്പീരിയൻസ് അതിന് മുമ്പ് ഉള്ളത്? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? കടലിൽ പോകുന്ന പോലെ അല്ല ഈ വെള്ളം കുത്തൊഴുക്കി വരുന്നിടത്ത് പോകുന്നത്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവസാനം എന്തായി? രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് വന്ന മത്സ്യത്തൊഴിലാളിക്ക് ചെറിയ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആളില്ല. അവരവിടെ കിടന്ന ദുരന്തം. എത്രയോ പേരുടെ പിന്നീട് വീഡിയോസ് വന്നു തുടങ്ങി, ആരും നോക്കുന്നില്ല. ഇവരെയൊക്കെ വെച്ച് ഈ വീഡിയോ എടുത്ത് ഇതിനപ്പുറത്തെ കാശുണ്ടാക്കിയ വീഡിയോ പോലും ₹1 കൊടുക്കുന്നില്ല ആർക്കും. ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന ഇവരാണല്ലോ. എന്നാൽ പിന്നെ ചെറിയ ഒരു സഹായം കൂടെ ചെയ്തുകൂടെ? അതുമില്ല. അപ്പൊ അന്ന് വന്ന അവർക്ക് അൺപ്രൊഫഷണൽ ആണെന്ന് ഞാൻ ആലോചിക്കുവാന്ന്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ വരാനുള്ളത് മത്സ്യത്തൊഴിലാളി മാത്രമാണെന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ നാറികൾ ഈ അധികാര പദവികളിൽ അലങ്കരിച്ച് അവിടെ ഇരുന്ന് മെഴുകുന്ന ഈ നാറികളൊക്കെ കാണുമ്പോൾ എന്തൊരു നാറികളാ നീ നിങ്ങളൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് MVD ഒരു നാരിത്തരം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ബൈക്കിന്റെ പുറകിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പെറ്റി അടിക്കുന്ന ഒരു നാരിത്തരം. ഇവരൊക്കെ പിന്നെ ഇതേപോലെ ഒരു ഫ്ലഡൊക്കെ വരുമ്പോൾ ശരിയാ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്താൻ വരുന്നവന് പെറ്റി അടിക്കും വേണം. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. വിവരമില്ലെന്നേ. വിവരം എന്ന് പറഞ്ഞാൽ ഇല്ല, മാന്യതയില്ല, അന്തസ്സില്ല, അഭിമാനമില്ല. എന്തിനെയൊക്കെ പോക്കറ്റ് അടിച്ച് കട്ട് മുട്ടിച്ച് എങ്ങനെയൊക്കെ തിന്ന് കൊഴുക്കണമെന്ന് ഉദ്ദേശിച്ച് ജീവിക്കുന്ന കുറെ പോഴന്മാര്. ഒരു എന്താ പറയണ്ടേ, ഇവരൊക്കെ സ്വന്തം കീശ ഉറപ്പിക്കാൻ മാത്രം എന്തോ ജീവിക്കുന്നതിനെ പോലെ ജീവിക്കുന്ന ഏതോ നാറി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഓരോ വലിയ വലിയ കണ്ടുപിടുത്തമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാ അവനായിട്ട് പറഞ്ഞെന്ന് അതൊന്നും പോരാ. ഇതിനെപ്പറ്റി പറ. ഈ പുറകിരിക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയൊക്കെ അങ്ങോട്ട് പൊക്കി പറ.
അത് ഇനിയിപ്പോൾ കേരളത്തിൽ ആക്സിഡൻസ് ഇല്ല, റോഡുകളൊക്കെ തന്നെ നികന്നോളും, റോഡിലെ കുഴികളൊക്കെ തന്നെ നികലാൻ പോകും. കാരണം പുറകെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് റോഡിന് കുഴി വീഴുന്നതെന്നൊക്കെ വേണമെങ്കിൽ വല്ല ശാസ്ത്രജ്ഞൻ കണ്ടെത്തി പറഞ്ഞു കളയും. ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ചെയ്യുന്നവരാ കേട്ടോ. അതുമല്ലേ പറയും പിന്നെ ശബരിമലയിൽ അയ്യപ്പൻ കാരണമാണെന്ന് പറയും. ഇതൊക്കെ അത്ര മണ്ടന്മാരുടെ നാടാ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഈ മണ്ടന്മാരെല്ലാം നല്ല ഉഗ്ര മണ്ടന്മാരാന്ന് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം മണ്ടത്തരങ്ങൾ ഈ മണ്ടത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്ന ഒരു മണ്ടത്തരം ശാസ്ത്രീയമായി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മണ്ടത്തരം. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മനുഷ്യന് ഗുണമുള്ളൊരു കാര്യം ചെയ്യാൻ ഇഷ്ടംപോലെ ഇവിടെ കിടക്കുമ്പോൾ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടെത്തിയ വലിയൊരു പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കുന്ന ഊളകൾ പുറകിലിരിക്കുന്ന സംസാരിക്കുന്ന കാണുന്നുണ്ടെന്ന് പറയുന്നതിനകത്തുള്ളൊരു വിരോധാഭാസം മനസ്സിലാവുന്നുണ്ടോ ആവോ? ഇവനൊക്കെ ഏതടാ ഇവൻ? എനിക്ക് ഇങ്ങനെയുള്ളവന്മാരെ കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല. എവിടുന്ന് വരുന്നടാ നീ? വല്ലാത്ത ജാതി. അയ്യേ തീട്ടം എന്ന് പറഞ്ഞാൽ ഒരു പന്ന തീട്ടം. അത്രേ ഉള്ളൂ അവൻ ആരായാലും അത്രേ ഉള്ളൂ. പിന്നെ ഇവരിടയിൽ അവൻ കണ്ടതാ ഇവൻ ഇത്രയും ദിവസം ഇവിടെ ഇവൻ വേറെ വല്ല ഗൃഹത്തിൽ നിന്ന് വന്നവനാണോ ഇത് കണ്ടുപിടിച്ചവൻ? വേറെ ഒന്നും കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ ഒരു മരം ലൈംഗമ്മിയുടെ മുകളിലോട്ട് നിൽപ്പുണ്ട്. എവിടെ ഇത് കാണാത്തെ? അതെന്താ അതിനകത്ത് അൺസേഫ് ആയിട്ടൊന്നും ഇല്ലേ? അൺസേഫ് മാത്രമാണ്. എന്തൊരു മണിക്കൂർ ഒരു കമ്പ് ഒടിഞ്ഞു വീണാൽ അത് നിങ്ങൾ ഇരിക്കുന്നിരിക്കും. നിങ്ങൾ ചുമ്മാ പുറത്തോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാഴ്ച. അപ്പോഴും ഒരു മൈരൻ അവിടെ ഇരുന്നുകൊണ്ട് വെല്ലോനെ ചെവിക്കകത്തോട്ട് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഇത് മറ്റേ കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നവനെ പോലത്തെ സ്വഭാവമുള്ളവനാണേ. അതിനുള്ള ക്വാളിറ്റിയൊക്കെ അവനുള്ളൂ. അതുകൊണ്ട് അവൻ ഇങ്ങനത്തെ കണ്ടുപിടിക്കുന്നത് എന്തെല്ലാം അപകടങ്ങൾ. മനസ്സിലായോ? നിയർ മിസ്സസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനുണ്ടാവും. പക്ഷെ ഇവിടെ നിയർ മിസ്സസ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ആരും കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഇവരുടെ ഉണ്ട്. ഓരോ സ്ഥലത്ത് കൊണ്ട് ഓരോ വളവിന് കൊണ്ട് ഓരോ ബോർഡ് വെക്കണമെന്ന് അവിടെ ഒരു 5 ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ ഈ പൊട്ടന്മാർക്ക് അറിയാവുന്നത്. എത്ര അടുത്ത് കണ്ടെന്നറിയാം. ഞങ്ങളുടെ ഒരു പുതിയൊരു ബൈപ്പാസ് അങ്ങോട്ട് തുറക്കുന്നു തിരുവല്ലയിൽ, ആ ചിലങ്ക തിയേറ്ററിന്റെ ഇപ്പുറത്ത്. അതുവഴി സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ നേരെ ഓടിച്ചറിയാണ്ടെങ്കിൽ പോയി പോകും. അവിടെ സിഗ്നൽ വെക്കാതിരുന്നിട്ട് ചാറുവറ ഇടിച്ച് 2-3 ദിവസം 3 ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സിഗ്നൽ വരുന്നു. ആ റോഡ് ഓപ്പൺ ചെയ്യുന്ന സിഗ്നൽ ആദ്യം വേണ്ട സാധനം. മനുഷ്യന്റെ സേഫ്റ്റിയാണ് നോക്കുന്നതെങ്കിൽ. ഞങ്ങൾ പറയുന്നത് ഇവിടുന്ന് വരുന്നവർക്ക് ഒരു ധാരണയില്ല, നമ്മൾ അറിയാതെ പോയി പോകും. നേരെ അത് സ്ഥിരം വരുന്ന വഴി ഇതുവഴി റോഡ് ഓപ്പൺ ആയ കാര്യം ആരും ഓർക്കത്തില്ല. മറ്റിടത്തുനിന്ന് വരുന്നവൻ ഈ റോഡുള്ളത് കൃത്യമായിട്ട് അറിയാത്തവരും കൂടെ വരുന്നത്. കാരണം ലോങ് മറ്റേ ഈ നാഷണൽ പെർമിറ്റ് ഒക്കെ വരുന്നത് അവരും അറിയുന്നില്ല ഇതിനിടെ കൂടെ റോഡുള്ളതാണ്, അവിടെ സിഗ്നലില്ല ഒന്നും ഇല്ലെന്നുള്ളത് അവരറിയാതെ അവരും വന്ന് ഇത്ര വണ്ടി അടിച്ചെന്നറിയോ. അത് കഴിഞ്ഞപ്പോൾ സിഗ്നൽ കൊണ്ട് വെച്ചു. പിന്നെ അത് മാറുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന്. സിഗ്നൽ ശരിയാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഒരു 1 വേ ആക്കി മാറ്റുക, ഏണ്ടൊക്കെ ചെയ്യുന്നു, പൊട്ടത്തരങ്ങൾ കാണിക്കുക. അവിടെ സ്പീഡ് ബ്രേക്കറൂടെ വേണമെന്ന് അതിപ്പോൾ വന്നെന്ന് തോന്നുന്നു. ഒരു സൈൻ ബോർഡും ഇല്ല, ഒന്നുമില്ല. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ചെയ്യുന്നവനായിരുന്നു ഈ വക പരിപാടി കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. നീ ആരായാലും, നീ എന്തോ കുണാണ്ടറാണെന്ന് പറഞ്ഞാലും എത്ര കോണത്തോണ്ട് വന്നെന്ന് പറഞ്ഞാലും നീ ചെയ്ത പണിക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ഒരു പ്രേരമില്ലാത്ത ഏതോ വിഡ്ഢിത്തരം കാണിക്കുന്ന ഒരു പൊട്ടൻ. അല്ലാതെ ഇവൻ കണ്ടുപിടിച്ചത് തറ പണിയായിപ്പോയി. നിനക്ക് വേറൊന്നും ഇല്ലടാ ചെയ്യാൻ. അല്ല അറിയാൻ വേണ്ടി വയ്ക്കുക. ആ വീടിന്റെ മണ്ടക്കോട്ടൊക്കെ ചാഞ്ഞിരിക്കുന്ന മരക്കൊമ്പെങ്കിലും പെട്ടുപോയി. ഇവിടെ മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നും പെടാത്ത ഒരു പ്രത്യേക കാരണം കണ്ടെത്തിക്കൊണ്ടോ ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിച്ച് ആ ബില്ല് പാസ്സാക്കി എടുത്തവരാരുടെ ഒരുത്തം പോലും ഇല്ലടാ ഇവിടെ കൊള്ളാവുന്ന ബോധവും ബുദ്ധിയുള്ള. കാശടിക്കാനിരിക്കുന്നോണ്ടാ ഇതിനകത്ത് കാശടിച്ച് മാറ്റാൻ പറ്റും. മറ്റൊരു മരം വെട്ടിക്കളഞ്ഞ് എന്ത് കാശ് കിട്ടാനോ? ലൈംഗമ്മിയുടെ മുകളിലോട്ട് കിടക്കുന്ന മരങ്ങൾ വെട്ടി റോഡിലോട്ട് ചാഞ്ഞിരിക്കുന്ന മരം വെട്ടിയതുകൊണ്ട് എവിടെ നിന്ന് പൈസ കിട്ടാനോ? അത് ഇത്തിരി പണിയുവാ. അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതിനൊന്നുള്ള പ്രാപ്തിയില്ല. പകരം ആൾക്കാരെ ഊമ്പിക്കാനായിട്ടും പറ്റിക്കാനായിട്ടും എന്തെങ്കിലും സ്കീം ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയേക്കുന്നവന്മാർ ഇവരെന്ത് പഠിച്ച് ഇവർക്ക് പഠിച്ചു കാണുമല്ലോ ഒരുപാട്. അല്ലെ എങ്ങനെ ഇങ്ങനത്തെ പദവികളൊക്കെ എത്തിപ്പെടുന്നത്? അല്ലെ പഠിച്ചെന്തോ? അപ്പൊ ഇവർ ഈ നാട്ടിലെ എഡ്യൂക്കേഷൻ ശരിയല്ലെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ പഠിപ്പിച്ച് വിടുന്നത് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ. അവൻ വിചാരിച്ചെങ്കിൽ ഇവൻ എന്തോ വലിയ കാര്യം ചെയ്ത പോലായിരിക്കും. കാരണം ഇത്രയും പേരും അങ്ങ് അംഗീകരിച്ചത്. അവന്മാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക പോക്കറ്റിൽ ഇടാൻ. പോക്കറ്റിക്കാരല്ലേ എല്ലാവരും. ഇപ്പൊ ഇത് ചെയ്തേക്കുന്ന ഏതോ ഭിക്ഷാടനത്തിന്റെ മാഫിയ തലവനെ ഉണ്ട്. ഭിക്ഷാടന മാഫിയ തലവന്മാരൊക്കെ ഇപ്പോൾ MVD കയറിയിട്ടുണ്ട്. 2 ടീമാണ് MVD കയറിയിരിക്കുന്നത്. ഒന്ന് ഭിക്ഷാടന മാഫിയയും ഒന്ന് മറ്റേ പോക്കറ്റടിക്കാരും. പിടിച്ചുപറിക്കാരും ഉണ്ട്. പിടിച്ചുപറി, പോക്കറ്റടി, ഭിക്ഷാടനം, ഈ 3 ടീമാണ് MVDയുടെ മുഴുവൻ എല്ലാവരും. ഭിക്ഷാടന ടീം കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ പുതിയത്. എങ്ങനെ പോക്കറ്റടിക്കാർ വേറെ റിസർച്ചിൽ. അത്രേ ഉള്ളൂ, വലിയ ഗുണമൊന്നുമില്ല. നിങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വണ്ടികൾക്ക് പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്തിയാൽ ഉടനടി ഫൈൻ അടിക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം. അത് കറക്റ്റ് ചെയ്യാനും അതിനുള്ള പരിപാടികളും നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വരുന്നവനുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ തീർന്നു പണി, അതോടെ അപകടം തീർന്നു. മനസ്സിലായി ഇവരുടെ ബുദ്ധിമുട്ട് എന്തുവാണ്? ഇവർക്ക് അറിയത്തില്ല ഇവരുടെ ജോലി എന്തുവാണ്. അവർ ബാക്കിയുള്ള ഒരു കാര്യവും ശ്രദ്ധിക്കുന്നുമില്ല.
അവർക്ക് ആകെ പെറ്റി അടിക്കാൻ കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, അതിന് പെറ്റി അടിക്കാനാണ് വരുന്നത്. പെറ്റി അല്ല ആദ്യം വേണ്ടത്, അതിനകത്ത് വാണിംഗ് വേണം, അതിനകത്ത് ശരിയാക്കാനുള്ള അത് ശരിയാക്കിയിട്ടാണ് വിടേണ്ടത്. അല്ലാതെ പെറ്റി അടിച്ചിട്ട് പിന്നെയും പൊക്കോളാൻ പറയും, അവൻ പിന്നെയും കറങ്ങി നടക്കും. ഇവിടെ എന്തോ വണ്ടികളെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആണോ? ഈ വണ്ടിയുടെ എല്ലാം പുക കറക്റ്റ് ആണോ? ഇവിടെ ഓടുന്ന വണ്ടിയെല്ലാം ഭയങ്കര കണ്ടീഷനാണോ? ഒന്നുമല്ല. ഇതൊക്കെയാണ് നോക്കണ്ടേ. അങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നേരെ തിരിച്ച് ആ ഉണ്ടാക്കിയ ആൾക്കാരുടെ തന്നെ തല തിന്നാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഇവർക്കറിയത്തില്ല ഇവരുടെ സർവീസ് എന്തുവാ, എന്തിനാ ഈ ജോലി ചെയ്യുന്നത്. അവരുടെ വിചാരം ഈ പറഞ്ഞവരെ പെറ്റി അടിക്കുക എന്നുള്ളതാണ് ജോലിയാണെന്ന് വിചാരിച്ചേക്കുന്നത്. പെറ്റി അടിക്കുന്നത് എപ്പോഴാണെന്ന് കൂടെ അറിയത്തില്ല. കണ്ടപാടെ പെറ്റിയാ, എന്തെങ്കിലും പെറ്റി അടിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നാ നോക്കുന്നത്. വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവന്മാരെന്നെ പെറ്റി അടിക്കാൻ വല്ലതും ഉണ്ടോ? പെറ്റി അടിക്കാൻ അതിപ്പോൾ ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് എക്സ്പയർ ആയെന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അത് ശരിയാക്കാൻ പറഞ്ഞാൽ പോരെ. ശരിയാക്കണം, ഇന്ന ദിവസങ്ങളിൽ ശരിയാക്കണം, ആ നമ്പർ നോട്ട് ചെയ്യണം. അടുത്ത 2 ദിവസം കഴിഞ്ഞ് വെബ്സൈറ്റിൽ കയറി നോക്കണം അവൻ ഇതായോ എന്ന്, ആ റിപ്പോർട്ടോടെ കൊടുത്തേക്കണം. ഇവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന് പെറ്റി പടപടാന്നടിക്കണം. അതിന് കുറച്ച് പൈസ കൂട്ടി അടിച്ചു. അത് മാന്യതയാ, അതില്ല. അതിനുള്ള മാന്യത ഇല്ല. കിട്ടുന്ന അപ്പം തന്നെ എടുക്കുക. അതാണ് ഞാൻ പോക്കറ്റ് അടിക്കാരും പിടിച്ചു പറിക്കാരുമാണ് ഇവര്, ഭിക്ഷാടകരും. അതാണ് ഇവരുടെ ക്വാളിറ്റി അത്രേ ഉള്ളൂ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ഇവർക്ക് വേറെ ക്വാളിറ്റി ഇല്ല. ഇവരുടെ ജോലി വേറെ, ഇവർ ജോലി ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇവിടുത്തെ തന്നെ ഇൻഷുറൻസ് തീർന്നു, അത് തീരുന്നതിന് മുമ്പ് നോട്ടിഫൈ ചെയ്യണം വിളിച്ചിട്ട്. ഇപ്പൊ ബാങ്കിലൊക്കെ ലോൺ അടിച്ച് ഞാൻ ടൈം ആകുന്നതിന് ഒരാഴ്ച മുമ്പേ വിളിച്ച് പറയാം, ഒരു ലോണിനുള്ള പൈസ നിങ്ങൾ റെഡിയാക്കി വെക്കണം ബാങ്കിൽ. അല്ലെങ്കിൽ അത് ഇതായി പോകത്തില്ലേ, നമ്മുടെ നഷ്ടമാവുക നമുക്ക്. അത് പ്രൈവറ്റ് ബാങ്കിങ്ങാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഫണ്ട് റെഡിയാക്കി വെക്കണം, അതിനകത്ത് കാണണം, അല്ലെ ഇതാവും എന്നൊക്കെ പറയുന്നു. അല്ലാതെ അവരവിടെ ഇരുന്നുകൊണ്ട് അവന് ഓർക്കത്തില്ല, അവൻ മന്തിന്റെ ആയത് അറിഞ്ഞു കാണത്തില്ല, നമുക്ക് പമ്മി നിൽക്കാം, ഇത് കുറച്ചുകൂടെ കട്ട് ചെയ്യാം. അവിടെയൊക്കെ മാന്യമായി. പ്രൈവറ്റ് സെക്ടറൊക്കെ എത്രയോ മാന്യം. അപ്പോഴാണ് ഇവിടെ പബ്ലിക് സെക്ടർ, ഇവിടുത്തെ ആൾക്കാരുടെ ഇതൊക്കെ മേടിച്ച് ഊമ്പി ജീവിക്കുന്നവൻ വീണ്ടും ഊമ്പിക്കാനായിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരുന്നില്ല. ഇത് കേട്ടിട്ടത് പോലെ വെറുപ്പ് തോന്നുന്നു. വെറുപ്പെന്ന് വെച്ചാൽ പുച്ഛമാ തോന്നുന്നത്. ഇവനൊക്കെ എവിടെ നിന്ന് ഇറങ്ങിയവനാ? ഇവന് പണി അറിയത്തില്ല. അവൻ MVDയുടെ പണി ഇതല്ല. MVDയുടെ പണി ഫൈൻ അടക്കലല്ല. എന്നാണല്ലോ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ടത്. അതാണ് മാന്യമായ തൊഴിൽ, അല്ലെ? അതാണ് ശരിയായ തൊഴിൽ അവരുടെ. അത് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവന്റെ ബങ്കിൽ ഇപ്പൊ അക്കൗണ്ടിൽ പൈസ ഇല്ല, തൽക്കാലം അവൻ ഉണ്ടായിരിക്കും. അവൻ ചിലപ്പോൾ 31-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി ആകുമ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം, അയ്യോ കട്ട് ചെയ്ത് കേട്ടോ, എന്താ കാര്യം, അത് ഇന്ന ദിവസമാണ് ഡിഡക്ഷൻ ഡേറ്റ്, അന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അത് എന്ന് പറയുന്ന പോലെ തന്നെ MVD. അതേ ഉള്ള MVDയുടെ ക്വാളിറ്റി. അത് പോരാ, അങ്ങനെയല്ല അത് ചെയ്യണ്ടേ. അതിനപ്പോൾ ഇറങ്ങിയ കൈമാരത് ഓരോ തൊലിഞ്ഞ കണ്ടുപിടുത്തം കൊണ്ട്. ഇനിയിപ്പോൾ മുണ്ടെടുക്കുന്നവനൊക്കെ പിടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ മുണ്ടെടുത്തോണ്ട് ബൈക്ക് ഓടിക്കുന്നവനെ പിടിക്കണം. എല്ലാവരും ഈ വണ്ടിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആവശ്യമില്ലാത്ത ശൂലവും ഈ ഹോണ്ട ആക്ടിവയിൽ മറ്റേ കഴുത്തെ ചുറ്റുന്നത്, ഇതിന്റെ ഹെഡിന് തൊട്ട് താഴെ ചുറ്റി വെക്കും ഒരു തുണി, അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടായി. അത് സർവീസ് സെന്ററുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കെട്ടരുതെന്ന്. എന്നിട്ട് മന്ദബുദ്ധികളായ കുറെ വിശ്വാസികൾ പോയി അത് കെട്ടും. ബുദ്ധിശൂന്യര്, വെളിവും ബോധവും വിവരവും ഇല്ലാത്തവന്മാർ പോയി കെട്ടിക്കൊണ്ട് ഈ വണ്ടി കൊണ്ട് പോകുന്നതിനെ കണ്ട പെറ്റിടിക്ക്. ഈ റോഡിൽ അഭ്യാസം കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ എല്ലാ ജാതി മതക്കാരനെയും പിടിച്ച് റോഡിലോട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കാവോ, എന്തെങ്കിലും ചെയ്യാം. ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് റോഡിൽ. ട്രാഫിക് ഒരു രക്ഷയില്ല. ആ അരൂര് മുതൽ ചേർത്തല വരെയുള്ള ആ റൂട്ട് അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിനകത്ത് സൈഡിൽ കൂടെ ടെമ്പററി ആയിട്ടുള്ള ആ റോഡ് വളരെ മോശമാണ്. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എത്ര കോടി രൂപയുടെ പെട്രോൾ ചുമ്മാ കത്തി പോകുന്നുണ്ടാവും. എത്ര മണിക്കൂർ ഓരോരുത്തർ വേസ്റ്റ് ആകുന്നതിന് എത്ര അതിന്റെയൊക്കെ വാല്യൂ എന്താ? നിനക്കൊക്കെ മാത്രമേ അറിയത്തുള്ളൂ ഇത്. നീ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ജോലി ചെയ്യുന്നില്ലേ? അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ശ്രദ്ധ എങ്ങനെയാണ് ഒരുത്തിന്റെ ചെവിക്കകത്ത് കയറി നീ അറിഞ്ഞത്? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ടോൾ അടയ്ക്കണം അതുവഴി വന്നു കഴിയുമ്പോൾ. ആ ടോളിന് അടക്കണം എല്ലാവരും നോർമലി അടച്ചുകൊണ്ടിരിക്കുന്ന പോലെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരായതുകൊണ്ട് ഇപ്പൊ നടന്നു പോകുന്നത്. സത്യമായി ഇത് ഈ ടോൾ ഇനി പിടിക്കാൻ പാടില്ല. അവിടെ അത്രയും കഷ്ടപ്പെട്ട ആ വണ്ടി അതുവഴി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടോൾ എന്തിനാ? ഇമാര് തെണ്ടിത്തരം കാണിക്കാനല്ല, വേറെ എന്തിനേലും കൊള്ളാവും.